നമ്മളിന്ന് തിരൂരവിടെ നിൽക്കുന്നുണ്ട്. തിരൂര് നമുക്ക് രണ്ട് കാര്യമാണ് ആദ്യം ഓർമ്മ വരിക. ഒന്ന് റെയിൽവേ സ്റ്റേഷനാണ്, ഒന്ന് നമ്മളെ തിരൂർ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ തിരൂർ മാർക്കറ്റിൽ പോവാം. ഇന്ന് വെള്ളിയാഴ്ച മാർക്കറ്റാണ്. നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് പോയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ഓഫർ ഉള്ളത്. അപ്പോൾ നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ ഉടനെ കേട്ടോ നമ്മളെ ഈ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചെറുകിട കച്ചവടക്കാരൊക്കെ ഇന്ന് കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഷൂവിൻ്റെ റേറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഇവിടെ ഷൂ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷൂവിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഇതിനെങ്ങനെ റേറ്റ്? 400. സ്പോർട്സ് 400 ആണ്. ഇതിന് 400 ഉള്ളൂ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് സാധനമാണ്. നമുക്ക് മാർക്കറ്റിൽ 700-800 രൂപ സാധനമാണ്. പക്ഷെ നമ്മളിവിടെ ഓപ്പൺ ആയതുകൊണ്ട് 400 കൊടുത്തു. അപ്പോൾ ഷൂ മാത്രമല്ല കേട്ടോ, ഇവിടെ OTG കേബിളും USB കേബിളും ഒക്കെ ഉണ്ടാവും ഇവിടെ ഇന്ന്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പവർ ബാങ്കും കൂടി കൈകൾ കരുതുക. എന്നാലും നമുക്ക് ടെസ്റ്റ് ചെയ്താണ്ട് അപ്പം തന്നെ ഉറപ്പ് വരുത്താൻ പാടുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ 20 രൂപ 30 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ സ്റ്റാർട്ടിങ്. ഇതിനൊക്കെ എങ്ങനെയാണ് റേറ്റ്? ഇതിനോ? ഇത് എടുത്തരോ? സെക്കൻഡ് ഇതെല്ലാം പോയി നോക്കി എത്ര 400 രൂപ ഒന്നാകെ കോട്ടയ്ക്ക്. ഇതിനൊക്കെ അത് 360 നല്ല സെറ്റാണ്. ഇതൊക്കെ 5G? ഈ വാച്ചിൻ്റെയൊക്കെ സ്പെയർ പാർട്സിന് വെറും 10 രൂപ 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ USB കേബിള് അതേമാതിരി ഇതിനൊക്കെ 20 രൂപ 10 രൂപ വരുന്നുള്ളൂ. പിന്നെ ഇതേപോലെ ഈ പവർ ബാങ്ക് അതിനൊക്കെ 50 രൂപയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് വർക്ക് ചെയ്യാതെ ചെയ്യലുണ്ട്. അപ്പോൾ എല്ലാം നോക്കിയിട്ടൊക്കെ എടുക്കുക. എന്തായാലും ഇവിടുത്തെ സാധനത്തിന് 20-30 രൂപയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും പാർട്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ മൊബൈൽ കടയിലത്തെ റേറ്റൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ തിരൂർ ഗൾഫ് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള i1 മൊബൈൽസിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ ഐഫോണും ആൻഡ്രോയിഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ ഷോപ്പൊക്കെ കയറി ഇവിടെ തന്നെ എൻ്റെ കണ്ണിൽപ്പെട്ട സാധനം കേട്ടോ. 13 റെഡ് സാധനം നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ്. അപ്പോൾ ഇതിന് ചോദിക്കേണ്ട പ്രൈസ് 29 കേട്ടോ. അപ്പോൾ ഇതിന് ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊക്കെ 89% ഒക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവർ വാങ്ങാൻ നല്ല ക്വാളിറ്റി സാധനമാണ്. ഇതെനിക്ക് ഞാൻ 16 ഫുൾ കിറ്റ് 1 വർഷം ചാർജർ പോലെ യൂസ് ചെയ്തിട്ടില്ല. 8256 പൗച്ച് പോലെ ഇട്ടിട്ടില്ല. 6500 mAh ബാറ്ററി. വിവോൻ്റെ ഈ മുതലുണ്ടല്ലോ ഒരാഴ്ചയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കവറ് വരെ അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫോൺ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ലതും ആകാത്തതും എല്ലാ ക്വാളിറ്റിയുള്ള ഇതിൽ ഫോണിലും ഉണ്ട്. അപ്പോൾ ഇതിന് 16 ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ക്യാമറയും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇവിടെ കൂടിയ ഫോൺ മാത്രമല്ല കേട്ടോ, ഇവിടെ 8, 9, 6 ആ റേഞ്ചിലൊക്കെ ഫോണുണ്ട്. ഇപ്പം എൻ്റെ കൈക്കുള്ളത് വിവോ ആണ്. ഇതിന് 8 രൂപയായിട്ടേ ഉള്ളൂ. അപ്പോൾ നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ വാങ്ങാം. അപ്പോൾ ഈ സാംസങ് കണ്ടില്ലേ, ഇതിന് 7500 സംതിങ്ങിന് കിട്ടും. ഇനി ഒന്നും കൂടി നമുക്ക് ബാർഗൈൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇത് അത്രയും പിന്നെയും കുറയും. അപ്പോൾ എല്ലാവരും നോക്കിയിട്ടൊക്കെ എടുക്കുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് വാല്യൊക്കെ നോക്കിയിട്ട് എടുക്കുക. എൻ്റെ കൈക്കുള്ള ഇപ്പോൾ XR ആണ്. നമുക്ക് സെക്കൻഡറി ഫോണൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണിത്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ബാറ്ററി ഹെൽത്ത് ആണെങ്കിൽ 83% ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കേണ്ടത് 11,500 ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജർ വരെ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ടൊക്കെ എടുക്കുക. ഒട്ടുമിക്ക എല്ലാ കമ്പനീൻ്റെ ഫോണും ഇവിടെ ഉണ്ട് കേട്ടോ. പോക്കോ ആയിക്കോട്ടെ, ഈ പോക്കോക്കെ 9 രൂപ വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഗെയിമിംഗ് ഫോണാണ്. നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ എടുക്കുക. ഞാൻ അധികം വിവോ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അതൊന്നും കൂടി റീസെയിൽ വാല്യൂ ഉള്ള ഫോണാണ്. പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ഒന്നാമത് നല്ല കൺഫ്യൂഷൻ വരും ഏതെടുക്കേണ്ടി എന്നുള്ളത്. അപ്പോൾ ആദ്യം ഫോണുകളെ കുറിച്ച് പഠിക്കണം. നമ്മളിപ്പോൾ ഏത് ഫോൺ എടുക്കേണ്ടിയെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം വന്നാൽ മതി. കാരണം ഇവിടെ കാണുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഫോൺ എടുക്കാൻ തോന്നും. അപ്പോൾ എല്ലാം നോക്കിയിട്ട് വരാം. ഇവിടെ ഇഷ്ടംപോലെ ഫോണുകളുണ്ട്. അപ്പോൾ ഫോൺ മാത്രം നോക്കി വരുന്നവരാണെങ്കിൽ വെള്ളിയാഴ്ച വരരുത്, ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നാൽ മതി. അന്നേക്കാരം കൂടുതൽ മൊബൈൽ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുക. അപ്പോൾ നമുക്ക് സ്പീക്കറും കാര്യങ്ങളൊക്കെ റേറ്റ് ചോദിക്കാൻ വേണ്ടി പോവാം. തിരൂർ ഒട്ടുമിക്ക വയ്യോര കച്ചവടക്കാരടുത്ത് ഈ സ്പീക്കേഴ്സ് എയർപോർട്ട് ഉണ്ടായത് തന്നെ നല്ല വിലക്കുറവായി കയറട്ടെ ഇവിടെ.
അപ്പോൾ ഈ സ്പീക്കറിനൊക്കെ 250 ഉള്ളൂ. അപ്പോൾ കുറേ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളുണ്ട്. പിന്നെ എയർപോഡ് ആയിക്കോട്ടെ, എയർപോഡ് സ്റ്റാർട്ടിങ് 200, 300 ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പീക്കറിനൊക്കെ 250 ഉള്ളൂ. പിന്നെ വരുന്നത് പവർ ബാങ്കുകളാട്ടോ. ഇഷ്ടംപോലെ പവർ ബാങ്ക് ഉണ്ടാകുമ്പോൾ എല്ലാ സൈഡിലും. ഇപ്പോൾ ഈ പൊട്ടിക്കാത്ത ഈ MIൻ്റെ പീസിന് 500 രൂപ വരുന്നുള്ളൂ. പിന്നെ പൊട്ടിച്ചതുണ്ടാവും, യൂസറുണ്ടാവും. യൂസറിനൊക്കെ 50, 60 ആ റേഞ്ചിലേ വരുന്നുള്ളൂ. ബ്ലൂടൂത്ത് സ്പീക്കറും എപ്പം റേഡിയോയും കൂടെ തന്നെ ഇത് വരെ 350 രൂപ കാണല്ല എപ്പം ഒക്കെ കാണും. ഇതൊക്കെ തന്നെ റേറ്റ് അല്ലേ? 30 രൂപ അവർ ഓഫർ ഇട്ട് കൊടുക്കട്ടോ. നല്ല സാധനമാണ്, നല്ല വർക്കിംഗ് ആണ്. 30 രൂപ അല്ലേ? ചെക്ക് ചെയ്താണ്, നല്ല വർക്കിംഗ് ആണ്. നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്പർ ഇല്ലാത്ത അതിലുണ്ടാവില്ല. നമ്പർ ഇല്ലാത്ത വേറെ കമ്പനിയിലുണ്ട്. പിന്നെ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഹെഡ്സെറ്റുകളൊക്കെ ഉണ്ട് വയറുള്ള. അപ്പോൾ ഇതിന് ബോക്സിന് മാത്രമേ ഡാമേജ് ഉള്ളൂ. ഇതിനൊക്കെ 70, 80, 100 ആ റേഞ്ചേ വരുന്നുള്ളൂ. പിന്നെ ഷർട്ടിൻ്റെ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ 100, 200, 300 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ കാണുന്നതിനൊക്കെ 300 ഉള്ളൂ. കാരണം നമ്മൾ നോക്കിയിട്ടൊക്കെ എടുക്കുക, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ സംഭവം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഞാൻ നോക്കി ചെക്ക് ചെയ്ത് നോക്കി, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ വേണ്ടവരെടുക്കുക. ചെക്കും പ്രിൻറ്റും ഒക്കെ എല്ലാ മോഡലും ഇതിലുണ്ട്. ഷർട്ട് മാത്രമേ കേട്ടോ, അതുപോലെ നമ്മളെ ഫാൻറ്റും ഉണ്ട്. 500 രൂപ ഉള്ളൂ ഈ സാറിൻ്റെ മോഡലിനൊക്കെ. 1000, 1500 കൊടുക്കേണ്ട സാധനം ഇവിടെ 500 രൂപയ്ക്ക് നമുക്ക് കിട്ടും. എല്ലാ സൈസും എല്ലാ മോഡലും ഇതിലുണ്ട്. ഈ പാൻറ്റിന് റേറ്റ് എങ്ങനെ? 400? 400? ഇതൊക്കെ നടക്കേണ്ട ഈ പെട്ടെന്നാണ് മഴ പെയ്തത്. അപ്പോൾ എല്ലാവരും ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് മൂടൽ തുടങ്ങി ഓരോ സാധനങ്ങളും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളത് വീഡിയോ. അപ്പോൾ തിരൂര് ഫുൾ നമ്മൾ കവർ ചെയ്തുകൊണ്ട് ഏകദേശം. പക്ഷേ മഴ കൊണ്ട് വല്ലാതെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഞാൻ പറ്റേണ്ട രീതിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം. ഓക്കെ, ബൈ ഗൈസ്.